പി ഭാസ്കരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സംഭാവനകൾ ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അദ്ദേഹം ഒരു വിപ്ലവ വീര്യമുള്ള കവിയായി, ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ള കവിയായി ആരംഭിച്ചു. ONV പോലെ, വയലാറിനെ പോലെ, പിന്നെ പുതുശ്ശേരിയൊക്കെ പോലെ, തിരുനെല്ലൂരിനെയൊക്കെ പോലെ തന്നെ ആരംഭിച്ച ഒരു കവിയാണ്. പക്ഷേ കവിതാ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ച് സംഭാവനകൾ ചെയ്തു എന്നെനിക്ക് അറിഞ്ഞുകൂടാ. കാരണം സിനിമ ആരെയും ആകർഷിക്കും എന്ന് പറയുന്നത് കൊണ്ട് അദ്ദേഹം വളരെ നേരത്തെ സിനിമയിലേക്ക് പോയി. കവിതാ രംഗത്ത് അദ്ദേഹത്തിൻ്റെ കഴിവുകൾക്കനുസരിച്ചിട്ടുള്ള സംഭാവനകൾ തന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേസമയത്ത് സിനിമയ്ക്ക് വേണ്ടി പി ഭാസ്കരൻ തന്ന സംഭാവനകൾ ഒരു പക്ഷേ എന്നുള്ളതല്ല, അതൊരു പ്രസംഗഭാഷയാണ് ഒരുപക്ഷേ എന്നുള്ളത്. പി ഭാസ്കരനോളം മലയാള സിനിമയ്ക്ക് സംഭാവനകൾ ചെയ്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ തരത്തിലുള്ള സംഭാവനകൾ ചെയ്ത വ്യക്തികൾ മലയാളത്തിൽ മറ്റൊരാളില്ല എന്നുള്ളത് നമുക്ക് സന്ദിഗ്ധതയില്ലാതെ തന്നെ പറയാൻ സാധിക്കും. അദ്ദേഹം മലയാളത്തിൻ്റെ ഗാനരചനാ രംഗത്തേക്ക് കടന്നു വരുന്നത് വയലാർ രാമവർമ്മ വരുന്നതിനൊക്കെ വളരെ മുമ്പാണ്. പഴയതിൻ്റെയും പുതിയതിൻ്റെയും ഒരു സംയോജനം, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജിങ് ഭാസ്കരൻ മാഷ് നടത്തുന്നുണ്ട്. ഭാസ്കരൻ മാഷ് ഈ നീലക്കുയിലിലെ പാട്ടുകൾ എഴുതുന്നതിന് മുൻപ് ഒരു ഭാസ്കരനുണ്ട്. നീലക്കുയിലിലെ പാട്ടുകൾ എഴുതുന്നതിന് മുമ്പുള്ള പി ഭാസ്കരൻ എന്ന് പറയുന്ന ഗാനരചയിതാവ് അന്ന് നിലവിലിരുന്ന കുറച്ച് അനുകരണോന്മുഖമായിട്ടുള്ള ശൈലിയിലും പാട്ടെഴുതിയിട്ടുണ്ട്. സ്വാഭാവികമാണ്, നമ്മളൊരു സിനിമയിലേക്ക് കയറി ഉടനെ അവിടെ വിപ്ലവം വരുത്താനൊന്നും പറ്റുകയില്ല. അവിടെ നിലവിലിരുന്ന രീതിയിലൊക്കെ എഴുതണമെന്ന് പറഞ്ഞു എഴുതി. പക്ഷേ നീലക്കുയിലെന്ന് പറയുന്ന ഒരു സിനിമ വന്നതോടുകൂടി അദ്ദേഹം അതിൻ്റെ സംവിധായകനുമാണ്, രാമു കാര്യമായിട്ട് ചേർന്ന്. അദ്ദേഹം അതിൻ്റെ പ്രധാന അഭിനേതാവുമാണ്, ഗാനരചയിതാവുമാണ്. ആ ചിത്രം പി ഭാസ്കരൻ്റെ രാഷ്ട്രീയ വ്യക്തിത്വത്തെയും സാമൂഹികമായിട്ടുള്ള നിലപാടുകളെയും സാധൂകരിക്കുന്ന ഒരു ചിത്രമെന്നുള്ള നിലയ്ക്ക് പി ഭാസ്കരൻ്റെ ആത്മമുദ്ര പതിഞ്ഞു കിടക്കുന്ന ഒരു ചിത്രമാണ്, ഗാനങ്ങളാണ് അതിലേക്ക്. അതുകൊണ്ട് നീലക്കുയിലെന്ന് പറയുന്ന തനിക്ക് അതിൻ്റെ നിർമ്മാണ പ്രക്രിയയിലും ഒക്കെ തന്നെ സ്വാധീനമുള്ള ഒരു ചിത്രം വന്നപ്പോൾ നിലവിലിരുന്ന രീതികളെ ധിക്കരിച്ചുകൊണ്ട് സാധാരണക്കാരൻ്റെ ഭാഷയിൽ, സാധാരണക്കാരൻ്റെ വാക്കുകളിൽ പാട്ടെഴുതാനുള്ള സ്വാതന്ത്ര്യം പി ഭാസ്കരൻ സ്വയം ആർജിച്ചെടുത്ത് നീലക്കുയിലിലെ പാട്ടുകൾ നമുക്ക് തന്നതോടു കൂടിയിട്ടാണ് മലയാള ഗാനരചനാ രംഗത്ത് വലിയൊരു വഴിത്തിരിവ് അവിടെ ഉണ്ടാകുന്നത്. അതിനു മുമ്പുള്ള ഭാസ്കരൻ മാസ്റ്റർ അദ്ദേഹം തന്നെ നിരാകരിക്കുകയാണ്. കാരണം അവിടെ നേരത്തെ അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. പ്രൊഡ്യൂസർ പറയുന്നു, അത് മിക്കവാറും തമിഴ് പ്രൊഡ്യൂസർമാരാണ്, അന്തമാതിരി ശരി അന്തമാതിരി എഴുതി കൊടുത്തയച്ച് പൈസ വാങ്ങിച്ചു പോന്നു എന്നുള്ളതല്ലാതെ തൻ്റെ ആത്മമുദ്ര പതിഞ്ഞ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് നീലക്കുയിൽ വന്നപ്പോൾ അദ്ദേഹം നാഴിയുരി പാല് കൊണ്ട് നാടാകെ കല്യാണം നടത്തി എന്ന് പറയുന്നത് പോലെ മലയാളത്തിലെ ഗാനങ്ങൾ എങ്ങനെ ഇരിക്കണമെന്നും മലയാള ഗാനങ്ങളുടെ ഡിക്ഷൻ എന്തായിരിക്കണമെന്നും അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ വ്യാകരണവും നിർമ്മിതിയും ശൈലിയും ശില്പവും എല്ലാം അദ്ദേഹം നീലക്കുയിലിലൂടെ അവിടെ ചെയ്തു വച്ചതിൻ്റെ പിന്നോട്ടുള്ള വളർച്ചയാണ് നമുക്ക് പിന്നീടുണ്ടായതെല്ലാം. വയലാറിൻ്റെ സംഭാവനകൾ വേറെ, വയലാർ ഭാസ്കരൻ ചെയ്തിട്ട വഴിയിൽ അദ്ദേഹം പിന്നീട് ചില വഴിത്തിരിവുകൾ ഉണ്ടാക്കി എന്നുള്ളത് മറ്റൊരു കഥ. പക്ഷേ അടിസ്ഥാനപരമായ ഒരു ശില്പം ഉണ്ടാക്കി കൊടുത്തത്, ഒരു മോൾഡ് ഉണ്ടാക്കി കൊടുത്തത്, ഇങ്ങനെ ആയിരിക്കണം മലയാളത്തിലെ ഗാനങ്ങൾ എന്ന് ആ പ്രഖ്യാപനം ചെറിയ പ്രഖ്യാപനമല്ല. അതുവരെ ഉണ്ടായിരുന്ന ഗാനങ്ങൾ എടുത്തു നോക്കുമ്പോൾ അനുകരണത്തിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ചിരുന്ന ഗാനങ്ങളുടെ സ്ഥാനത്ത് അങ്ങേയറ്റം ആർജവത്തോടുകൂടി, മലയാളിത്തത്തോടുകൂടി ഗാനങ്ങൾ അവതരിപ്പിച്ചു എന്നുള്ളത് ഒരു ചെറിയ സംഭാവനയല്ല. അതുപോലെ തന്നെ സിനിമാ സംവിധായകൻ എന്നുള്ള നിലയ്ക്കും ഒക്കെ തന്നെ അദ്ദേഹം നടത്തിയ സംഭാവനകൾ ഈ ശതാബ്ദിയിൽ അദ്ദേഹത്തിൻ്റെ 100 വർഷം നമ്മൾ ആഘോഷിക്കുന്ന ഈ സമയത്ത് പി ഭാസ്കരൻ്റെ സമഗ്ര സംഭാവനകളെപ്പറ്റി ഒരു പുസ്തകം കൂടി അക്കാദമി പുറത്തിറക്കണം എന്നൊരു എളിയ അഭ്യർത്ഥന എനിക്കുണ്ട്. അദ്ദേഹത്തിനെ പറ്റി ഞങ്ങളെല്ലാവരും കൂടെ എഴുതുന്ന ഒരു പുസ്തകം എന്നുള്ള നിലയ്ക്കല്ല, വളരെ സ്റ്റഡീഡായിട്ടുള്ള പി ഭാസ്കരൻ്റെ സമഗ്ര വ്യക്തിത്വത്തെയും സമഗ്ര സംഭാവനകളെയും നമുക്ക് ശാശ്വതീകരിക്കാൻ സാധിക്കുന്ന ഒരു പുസ്തകം ഉണ്ടാകുന്നത് നന്നായിരിക്കും. കാരണം ഇവിടെ പ്രഭാവർമ്മ തന്നെ പറഞ്ഞ പല കാര്യങ്ങളും, അദ്ദേഹം ഇതെല്ലാം പ്രസ്ഥാനങ്ങളുടെ പങ്കാളിയായിരുന്നു തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പലർക്കും അറിഞ്ഞുകൂടാ. ഇപ്പം നമ്മളെപ്പോലെ 2 തലമുറകൾക്കിടയിൽ നിൽക്കുന്ന ആളുകൾക്ക് പോലും അറിഞ്ഞുകൂടാ എങ്കിൽ വരാനിരിക്കുന്ന തലമുറയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വിസ്മൃതമായി പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് അക്കാദമിയോട് പറഞ്ഞിട്ട് പി ഭാസ്കരൻ്റെ ഒരു സ്മരണികയിലെ ഒരു പുസ്തകം, അദ്ദേഹത്തിൻ്റെ സമഗ്രമായിട്ടുള്ള സംഭാവനകളെയും വ്യക്തിത്വത്തെയും പറ്റിയുള്ള ഒരു പുസ്തകം ഉണ്ടാവണം. ഇല്ലെങ്കിൽ അദ്ദേഹം വെറും ഗാനരചയിതാവ് മാത്രമായി, അത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, വെറും ഒരു പാട്ടെഴുത്തുകാരൻ എന്ന് മാത്രം ഭാസ്കരൻ ഓർക്കപ്പെടേണ്ട ആളല്ല എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ സമഗ്രമായി നമുക്ക് ശാശ്വതവൽക്കരിക്കേണ്ടതുണ്ട്. എന്നും അദ്ദേഹം ഗാനരചയിതാവായാലും ശരി, സംവിധായകനായാലും ശരി,
കവിയാവുമ്പോഴും ഒക്കെ തന്നെ പൊതുസമൂഹത്തോടുള്ള, പ്രത്യേകിച്ച് നിസ്വരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അനുഭാവം, അത് അടിസ്ഥാനപരമായ ഒരു മൂലകമാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളൊരു DNA ആണത്. അദ്ദേഹം എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ സാധാരണ മനുഷ്യരോടൊപ്പം തന്നെയാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് പിന്നെ ഇടർച്ചകളോ അദ്ദേഹത്തിന് നിരാശകളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും, അതൊന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ അദ്ദേഹം ഒരു സജീവമായ രാഷ്ട്രീയ പ്രവർത്തകനായതുമില്ല. അദ്ദേഹത്തിൻ്റെ ഇച്ഛാഭംഗങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. പക്ഷേ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളിൽ പി ഭാസ്കരൻ എന്ന് പറയുന്ന കവി, പി ഭാസ്കരൻ എന്ന് പറയുന്ന ഗാനരചയിതാവിന് യാതൊരു സന്ദേഹവും ഒരിക്കലും ഉണ്ടായില്ല. അദ്ദേഹം ആരുടെ കൂടെയാണ് എന്നുള്ള കാര്യത്തിൽ വളരെ വ്യക്തതയോടുകൂടി, തത്വശാസ്ത്രപരമായിട്ടുള്ള വ്യക്തതയോടുകൂടി തന്നെ നിസ്വവർഗത്തിനോടൊപ്പം നിലകൊണ്ട അദ്ദേഹത്തിൻ്റെ പല ചിത്രങ്ങളുടെ പ്രമേയങ്ങൾ പോലും അങ്ങനെയാണ്. ഇപ്പോൾ നീലക്കുയിൽ തന്നെ അങ്ങനെയാണ്. പിന്നീടുള്ള പല പടങ്ങളിലുമൊക്കെ തന്നെ സാധാരണ മനുഷ്യൻ്റെ, ദുരിതമനുഭവിക്കുന്ന മനുഷ്യൻ്റെ കഥകൾ പറയുവാൻ എന്നും മുമ്പോട്ട് വന്ന ഒരു സംവിധായകനും കൂടിയായിരുന്നു പി ഭാസ്കരൻ എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഗാനരചനയിലെ ഈ പിന്നെ സാരള്യം, അതും ആ ഒരു കമ്മിറ്റ്മെൻറ്റിൽ നിന്ന് ഉണ്ടായതാണ് എന്നുകൂടി. അല്ലാതെ ഒരു ടെക്നിക്ക് എന്നുള്ള നിലയ്ക്ക് സംസ്കൃത പദങ്ങളെ ഉപേക്ഷിച്ചതല്ല. അദ്ദേഹം ആരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പാട്ടെഴുതും എന്ന് പറയുന്ന ഒരു വലിയൊരു വിളംബരമാണ് നീലക്കുയിലിലെ പാട്ടുകളും പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ഗാനരചന ശൈലിയും എന്ന് ആവർത്തിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ അടിസ്ഥാനപരമായിട്ടുള്ള പ്രതിബദ്ധത എന്നും പി ഭാസ്കരൻ്റെ വ്യക്തിത്വത്തെ ചൂഴ്ന്നു നിന്നിരുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പി ഭാസ്കരൻ്റെ ഗാനലോകത്തേക്കും കവിതാ ലോകത്തേക്കും കടക്കാൻ. ബുള്ളറ്റ് പോയിൻ്റാണ് കിട്ടുക. അതൊക്കെ ഇനി ഒരുപാട് സംസാരിക്കാനുണ്ട്, പിന്നെ വരുന്ന സംസാരിക്കാം. അങ്ങനെ പറയുമ്പോൾ ഞാനൊരൊറ്റ ആസ്പെക്റ്റിൽ ഊന്നി മലയാള പി ഭാസ്കരൻ്റെ ചില ഗാനങ്ങളെ പറ്റി പറയാൻ ഉദ്ദേശിക്കുന്നുള്ള കവിതയിലേക്ക് കടക്കുന്നില്ല. ഒന്ന്, ഈ ഒരു നിസ്വവർഗത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രതിബദ്ധതയോടൊപ്പം തന്നെ കേരളീയതയുടെ മഹാഗായകനാണ് പി ഭാസ്കരൻ എന്ന് പറയാൻ എനിക്കിഷ്ടമാണ്. കേരളീയത ഇത്രയേറെ ആഘോഷിക്കപ്പെട്ട പാട്ടുകൾ ഭാസ്കരനോളം വേറെ ആരും മലയാളത്തിൽ തന്നിട്ടില്ല. ശ്രീകുമാരൻ തമ്പിയൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ശ്രീകുമാരൻ തമ്പിയുടെ കേരളം ഈ പിന്നെ ഇവിടുത്തെ ഈ പിന്നെ തെക്കൻ തിരുവിതാംകൂർ ആണ് എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോയി. എന്താണ്, മാവേലിക്കര, ചെട്ടിക്കുളങ്ങര, അമ്പലപ്പുഴ ഭാഗത്ത് അദ്ദേഹം കേരളത്തെ ഒതുക്കിക്കളഞ്ഞോ എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു പരാതി പറയാൻ സാധിക്കും. അതൊരു മോശമായിട്ട് പറയുകയല്ല. എന്നാൽ ഭാസ്കരൻ അങ്ങനെയല്ല. പി ഭാസ്കരനെ സംബന്ധിച്ചിടത്തോളം കേരളീയത എന്നുള്ളത്, മലയാളിത്തം എന്നത് അദ്ദേഹത്തിൻ്റെ തനിമയാണത്. അത് മായന്നൂർക്കാവിൽ പാവക്കൂത്തായാലും ശരി, എത്രയെത്ര ഉത്സവങ്ങളാണ് ഈ കവി പഠിച്ചു വച്ചിരിക്കുന്നത്. നമ്മളെപ്പോലുള്ള ഗാനരചന നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു കാലത്ത് പാഠപുസ്തകമാണ്. എങ്ങനെ പ്രാദേശികമായിട്ടുള്ള അറിവുകളെയൊക്കെ പാട്ടിലിങ്ങനെ തുന്നിച്ചേർക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. ഇപ്പോൾ മായന്നൂർക്കാവിൽ പാവക്കൂത്തുണ്ടെന്ന് നമുക്കറിയാമെങ്കിൽ പോലും അതൊരു പാട്ടിൽ എഴുതിക്കളയാം, അത് സമുചിതമായിട്ട് ചേർത്ത് കളയാം എന്ന് തോന്നണമെങ്കിൽ അപാരമായിട്ടുള്ള പ്രതിഭ തന്നെ വേണം. അത് ആ ഒരു നിലപാടിൻ്റെ ഒരു ധൈര്യം എല്ലാം ഈ കേരളീയതയെ നെഞ്ചിലേറ്റിയ കവിയാണ്. ഈ എന്താണ് കേരളീയത എന്നുള്ളതിന് അത് പിന്നെ പ്രാദേശികമായി അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള കേരള പ്രകൃതിയുടെ വർണ്ണനയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുമുണ്ട്. ഇപ്പോൾ കേരളത്തെപ്പറ്റി ഒരു പാട്ട് പാടാൻ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പുറത്തിരുന്ന് കേരളത്തെ ഓർക്കുമ്പോൾ അന്നും ഇന്നും എന്നും മലയാളിക്ക് മറക്കാനാവാത്ത ഒരു പാട്ട് തന്നിട്ട് പോയല്ലോ. അത് മാത്രം മതിയല്ലോ ഭാസ്കരനെ പോലൊരു ഗാനരചയിതാവിന്. ഇപ്പോൾ നമ്മളെവിടെയൊക്കെ ഡൽഹിയിലൊക്കെ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ വീട് വിട്ടുപോയിട്ട് കുറച്ച് ദിവസമാകുമ്പോൾ നമ്മളെല്ലാവരും, നിങ്ങളുടെ തലമുറ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, നിങ്ങളുടെ ലോകം എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പാടുന്ന പാട്ട് നമുക്ക് പാട്ടറിയാമെങ്കിലും ഇല്ലെങ്കിലും മാമലകൾക്കപ്പുറത്ത് മരതക പട്ടെടുത്ത് മലയാളം എന്നൊരു നാടുണ്ട് എന്ന് പാടിപ്പോൾ. കേരളം എന്ന് പോലും അല്ല കേട്ടോ, മലയാളം എന്നാണ്. മരതക പട്ടെടുത്ത് മാമലകൾക്കപ്പുറത്ത് അങ്ങനെ നിൽക്കുന്ന ഒരു മലയാള നാട്. അവിടെയോ തൈത്തങ്ങിൻ തണലത്ത് താമര കടവത്ത് കിളിക്കൂട് പോലൊരു വീടുണ്ട്. ഒരു സംവിധായകൻ്റെ, അദ്ദേഹത്തിൻ്റെ സഹജമായിട്ടുള്ള അദ്ദേഹത്തിലൊരു സംവിധായകൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ പാട്ടുകളിലെ ഷോർട്ട് ഡിവിഷൻ കൊണ്ട് നമുക്കറിയാം. ലോങ് ഷോട്ടാണ് കേട്ടോ. ആദ്യം മാമലകൾക്കപ്പുറത്ത് മരതക പട്ടെടുത്ത് മലയാളം എന്നൊരു നാട്ടിലത് വളരെ ഏരിയൽ ഷോട്ടാണ്. സംവിധായകൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഏരിയൽ ഷോട്ടാണ്. അവിടുന്ന് പിന്നെ ഇങ്ങനെ സൂമാണ്. പിന്നെ തൈത്തങ്ങിൻ തണലത്ത് താമര, ഞാൻ ഡീറ്റെയിൽസിലേക്ക് അടക്കുന്നില്ല, താമര കടവത്ത് കിളിക്കൂട് പോലൊരു വീടുണ്ട്, ഒരു മിഡിൽ ഷോട്ടാണ്. അതിനുശേഷം ക്ലോസപ്പാണ്. അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ മറന്നുപോയല്ലോ, മറ്റേ താമര കടവത്ത് കിളിക്കൂട് പോലൊരു വീടുണ്ട്, വീടിൻ്റെ ഉമ്മറത്ത് വിളക്കും കൊളുത്തി എൻ്റെ വരവും കാത്തിരിക്കുന്ന പെണ്ണുണ്ട്, പിന്നെ പെണ്ണിൻ്റെ വർണ്ണനയൊക്കെ ഉണ്ട്. അത് ക്ലോസിലാണ്. അങ്ങനെ ഏരിയൽ ഷോട്ടിൽ നിന്ന് ലോങ് ഷോട്ടിലേക്ക് വന്ന് മിഡിൽ ഷോട്ടിലേക്ക് വന്ന് ക്ലോസപ്പിലേക്ക് പോകുന്ന, എന്നെയും കാത്തിരിക്കുന്ന പെണ്ണിലേക്ക് പോകുന്ന
ഒരു മലയാളി മനസ്സില്ലാത്തവരായി ആരുണ്ട്? ഉണ്ടെങ്കിൽ അവൻ ബോറനായിരിക്കും. അങ്ങനെ ദൂരെ ഇരിക്കുമ്പോൾ എന്നെ കാത്തിരിക്കുന്ന ഒരു പെണ്ണിനെ കുറിച്ചും ആ താമര കടവിനെ പറ്റിയും ഓർക്കാത്ത ഒരുത്തനുണ്ട് എങ്കിൽ അവർ ഭീകര വിരസനായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ മലയാളിയുടെ ഈ മാർദ്ദവത്വത്തെ, മലയാളിയുടെ ഈ ഒരു മനസ്സിനെ ഉൾക്കൊണ്ട ഒരു കവിയാണ് ഭാസ്കരൻ. അപ്പോൾ കേരളീയത എന്ന് പറയുന്നത് ഈ ബാഹ്യമായിട്ടുള്ള വർണ്ണനയിൽ മാത്രമല്ല, ചില മനോഭാവങ്ങളിലും ബിംബവിന്യാസങ്ങളിലുമെല്ലാം പി ഭാസ്കരൻ അനുഷ്ഠിക്കുന്ന കേരളീയത, പി ഭാസ്കരൻ്റെ കേരളീയത നിങ്ങൾ പഠിക്കണമെന്നേ എനിക്ക് പറയാൻ പറ്റും. 2-3 കൊച്ചുദാഹരണങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ഈ പിന്നെ നമ്മുടെ വിശ്വാസങ്ങൾ, മലയാളികളുടേതായ വിശ്വാസങ്ങളെ പാട്ടിൽ സന്നിവേശിപ്പിച്ച് അവയെ ഭാസ്കരൻ അനശ്വരമാക്കുന്ന വിദ്യ ഉണ്ടല്ലോ, അത് പഠിക്കണം. കദളിവാഴ കയ്യിലിരുന്ന് കാക്കയെന്ന് വിരുന്ന് വിളിച്ചു, വിരുന്നുകാരാ 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 വന്നാട്ടെ. ലോകത്തിൽ എനിക്കറിഞ്ഞൂടെ, ലോകത്തിൽ ഇന്ത്യയിൽ മറ്റൊരിടത്ത് ഈ കദളിവാഴ, ഈ കാക്ക വിരുന്ന് വിളിച്ചാൽ വിരുന്ന് വരും എന്നൊരു വിശ്വാസം ഉള്ളതായി എനിക്കറിഞ്ഞുകൂടാ. ഉണ്ടായിരിക്കാം, ഉണ്ടെങ്കിൽ തന്നെ ഒരു ഗാനരചയിതാവും കവിയും അതിനെ അനശ്വരമാക്കിയിട്ടില്ല. ഇവിടെ ഈ പാട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്, 60കളിലെ പാട്ടാണ്. കദളിവാഴ നമ്മളൊക്കെ കൊച്ചായിരിക്കുമ്പോൾ കാക്ക വിരുന്ന് വിളിക്കുമ്പോൾ അമ്മ പറയുമല്ലോ അടുക്കള, ഇന്ന് ആരോ വരുന്നുണ്ട്, ശരി ഇന്ന് കുഴപ്പമാണ്, ആരോ വരുന്നുണ്ടല്ലോ എന്ന് പറയും. ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടുമില്ല എന്ന് പറയുന്ന ആ രംഗങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരികയാണ്. അപ്പോൾ കദളിവാഴ കയ്യിലിരുന്ന് ഇങ്ങനെ കാക്ക വിരുന്ന് വിളിക്കുന്ന ഒരു മലയാളിയുടെ മനസ്സ് ഒപ്പിയെടുക്കാൻ ഈ കവിക്ക് എത്ര ലളിതമായിട്ടാണ് സാധിച്ചിരിക്കുന്നത്. നമ്മുടെ നൈർമല്യത്തിൻ്റെതായ നാളുകളിലേക്ക് കൊണ്ടുപോകാൻ ഇപ്പോഴും ആ പാട്ടിന് സാധിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം നമുക്ക് തന്നുപോയ സംഭാവനയുടെ ചാരുത എന്നുള്ളത്. നമുക്കിപ്പോൾ ജീവിതത്തിൽ കദളിവാഴ കയ്യിലിരിക്കുന്ന കാക്കയുടെ ശബ്ദം കേൾക്കേണ്ട സമയത്ത് SMS മറ്റേ വാട്സാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ വിരുന്നുകാരൻ വരികയോ വരാതിരിക്കുകയോ ചെയ്യും. ഇതാണ് നമ്മുടെ ഇപ്പോൾ കാക്കയും കുയിലും ഒക്കെ ഇത് തന്നെയാണല്ലോ. ഇതിനകത്തൂടെ SMS വാട്സാപ്പോ വന്നാൽ നമുക്കറിയാം ആരോ വരുന്നുണ്ട് എന്നുള്ളതല്ലാതെ ആ നൈർമല്യത്തിൻ്റെ കാലമെല്ലാം നഷ്ടപ്പെട്ടുവല്ലോ എന്ന് ഓർമ്മപ്പെടുത്താൻ കൂടി ഭാസ്കരൻ മാസ്റ്ററുടെ ഇപ്പോഴത്തെ ഈ വരികൾ നമ്മളിപ്പോൾ ഓർമ്മപ്പെടുത്തും. മറ്റൊന്ന്, കേരളീയത എന്ന് ഞാൻ പറഞ്ഞത് ഒന്നിത് മനോഭാവങ്ങളിലെ കേരളീയതയുണ്ട്. ഒരു പാട്ട് മാത്രം ഞാൻ പറയാം, ഒരുപാട് പാട്ടുകളുണ്ട്. മനോഭാവങ്ങളിലെ കേരളീയത, ഞാനീ പോയി കഴിഞ്ഞതിന് ശേഷം ഈ മനോഭാവങ്ങളിലെ കേരളീയത ഭാസ്കരൻ മാസ്റ്ററുടെ കവിതകൾ ടീച്ചറോട് ചെറിയൊരു അസൈൻമെൻറ്റ് കൊടുക്കണം കേട്ടോ. മനോഭാവങ്ങളിലെ ഭാസ്കരൻ ഗാനങ്ങളിലെ മനോഭാവങ്ങളിലെ കേരളീയത. ഒരു പാട്ട് ഞാൻ ഒരു കൊച്ചു ഉദാഹരണം പറഞ്ഞാൽ, കടവത്ത് തോണി അടുത്തപ്പോൾ പെണ്ണിൻ്റെ കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം. അതിനകത്ത് ഈ 2 നാത്തൂന്മാർ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുകയാണ്. 2 പേർക്ക് 2 അഫെയർ ഉണ്ട്, 2 ചെറിയ നോട്ടങ്ങളുണ്ടെങ്കിലും അതൊന്നും പൂർണ്ണമായിട്ടില്ല. ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്, തുളസിത്തറയ്ക്കൽ വിളക്കുമായി ചെന്നപ്പോൾ കിളിവാതിൽ ഒരുവൻ്റെ തിരനോട്ടം, നിൻ്റെ തരികൾക്ക് ഒരു ചാഞ്ചാട്ടം, പുത്തരിച്ചോറ് പഴയരിച്ചോറ് വിളമ്പുമ്പോൾ ഒരുവൾക്ക് അങ്ങനെ ഓരോന്നും ഒരുവൾക്കെന്നാണ് പറയുന്നത്, നിനക്കെന്ന് പറയുന്നില്ല, നേരിട്ട് പറയുന്നില്ല. അപ്പോൾ ഇത് ഈ അന്നത്തെ വീടുകളിലുണ്ടായിരുന്ന ഈ നാത്തൂന്മാർ തങ്ങളിലുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കളിയാക്കലിൻ്റെ അന്തരീക്ഷം ഈ ഗാനങ്ങളിൽ അദ്ദേഹം ഒരു ചിത്രശലഭത്തെ എങ്ങനെയാണ് ഒരു വർണ്ണച്ചിമിഴിലിട്ട് നമുക്ക് തന്നതുപോലെ അദ്ദേഹം അവിടെ അനശ്വരമാക്കി വെച്ചിരിക്കുകയാണ്. ഈ മനോഭാവങ്ങളൊക്കെ പോയി കേട്ടോ, ഇപ്പോൾ കൂട്ടുകുടുംബമില്ല, ഒന്നുമില്ല, എങ്കിലും നമുക്ക് ഗൃഹാതുരത്വത്തോടു കൂടി ഓർമ്മിക്കാൻ ഈ പാട്ടുകൾ, ഇതൊക്കെ ഒരു കാലത്തെ കേരളീയതയാണെന്നേ പറയാൻ പറ്റുള്ളൂ. എന്നത്തെ കേരളീയതല്ല, ഫ്ലാറ്റുകൾ ജീവിക്കുന്ന നമ്മുടെ കേരളീയത ഇതല്ല കേട്ടോ. പഴയ കേരളീയത എന്നും കൂടി അത് ക്വാളിഫൈ ചെയ്യും. ഇത്തരത്തിലുള്ള ഒരുപാട് കേരളീയമായിട്ടുള്ള, കേരളത്തിന് മാത്രമായിട്ടുള്ള സന്ദർഭങ്ങളെ അനശ്വരമാക്കാൻ ഭാസ്കരൻ മാസ്റ്ററുടെ ഗാനങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു. മാത്രവുമല്ല, ഈ സിനിമാ ഗാനങ്ങൾ ഒരു കാലത്ത് സന്തോഷ് കുമാറിനെ പോലുള്ള അക്കാദമിക പണ്ഡിതന്മാർ ഞങ്ങളെ ഒന്നും അകത്ത് കയറ്റില്ല. ഞങ്ങളെന്ന് പറഞ്ഞ പാട്ടെഴുത്തുകാരെയൊക്കെ പുച്ഛമാണ്. ഇപ്പോൾ എല്ലാം മാറിയിട്ട് സന്തോഷ് കുമാറിനതില്ല. എന്നാലും അക്കാദമിക്ക് ഞാൻ ഒരു വലിയ കോളേജിൽ നിന്നിട്ടാണല്ലോ ഇത് പറയുന്നത്. അക്കാദമിക് പാണ്ഡിത്യത്തിന് പാട്ടെഴുത്തുകാരൊക്കെ എന്ന് പറഞ്ഞ വലിയ പുച്ഛമാണ്, അതിനകത്തൊരു കാര്യമില്ല. ഞാൻ പറയുന്നു, കവിതകളോടൊപ്പം തന്നെ പാട്ടുകളിൽ കുടിയിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ മുദ്രകൾ ആ പാട്ടുകളുടെ മൂല്യം വർദ്ധിപ്പിക്കുകയാണ്. ഫോസിൽസിനെ കൊണ്ട് ആർക്കിയോളജിസ്റ്റുകൾ പുരാതന കാലത്തേക്ക് പോകുന്നത് പോലെ ഈ ഗാനങ്ങളിനകത്തൊക്കെ നമ്മുടെ മനോഭാവങ്ങളുടെ, സാമൂഹിക ചരിത്രത്തിൻ്റെയൊക്കെ വിരൽപ്പാടുകളുണ്ട്. ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് പറയുന്നൊരു ഉദാഹരണമുണ്ട്. എന്താണ്, എങ്ങനെ ഞാൻ നാവെടുത്ത് പേര് വിളിക്കുമെന്ന് മാസ്റ്ററുടെ ഒരു പാട്ടുണ്ടല്ലോ. ഒരു പെൺകുട്ടി ചോദിക്കുകയാണ്, എൻപ്രാണ നായകനെ എന്ത് വിളിക്കും? ഇപ്പോൾ ഒരു പ്രശ്നമില്ല എന്നുള്ള എനിക്കറിയാം, എടാന്നോ പോടാന്നോ വിളിച്ചാൽ മതി, ഒരു പ്രശ്നമില്ല, മനസ്സിലായില്ലേ? പക്ഷേ അന്നത്തെ കാലത്ത് അങ്ങനെയല്ല എന്ന് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ഫോസിലെടുത്ത് നോക്കണം, ഈ പാട്ടെടുത്ത് നോക്കണം. എൻപ്രാണ നായകനെ എന്ത് വിളിക്കുമെന്ന് സന്ദേഹിച്ച നായികമാരും കേരളത്തിലുണ്ടായിരുന്നത്രേ എന്ന്
നിങ്ങൾക്ക് അത്ഭുതമായിരിക്കും, ഓഹോ ഇവനെയൊക്കെ പേര് വിളിക്കുക എത്ര വിഷമം തോന്നുന്നവനെ പേര് വിളിച്ചുകൂടെ, അവരൊരു പേരില്ലേ എന്ന് ചോദിക്കുന്ന തലമുറയിലേക്ക് നിങ്ങൾ എത്തിയതിനകത്ത് കുറ്റമൊന്നുമില്ല കേട്ടോ, നല്ലത് തന്നെ. പിന്നെ പക്ഷേ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയുന്നത്. പിന്നെ എന്താണ്, നാണിച്ച് കാൽനഖം കൊണ്ടൊരു വര വരച്ചു. ഇപ്പോൾ ആരെങ്കിലും നാണിച്ചാൽ തന്നെ വര വരയ്ക്കുമോ? ഇനി വര വരയ്ക്കാൻ മണ്ണുണ്ടോ? എല്ലാം നമ്മുടെ സിമെൻ്റ് ഇട്ടിരിക്കുകയാണ്. അത് വേറൊരു കാര്യം. ഒരുപാട് പ്രശ്നങ്ങളാണ് കേട്ടോ. പണ്ട് എന്താണ്, വേറൊന്നും ചോദിച്ചില്ല, പ്രസാദമറ്റ ചോദിച്ചപ്പോൾ കാൽനഖം കൊണ്ടൊരു വര വരച്ചു. ഇങ്ങനെയൊക്കെ ഒരുപാട് അന്നത്തെ കാലഘട്ടത്തിൻ്റെ നായികമാരുടെ വൈകാരികമായിട്ടുള്ള ആലസ്യങ്ങളും വൈകാരികമായിട്ടുള്ള സന്ദേഹങ്ങളും ഒക്കെ തന്നെ നമ്മുടെ പൂർവികർ ഇന്ന് 90 വയസ്സിലൊക്കെ എത്തിയിരിക്കുന്ന മുത്തശ്ശിമാർ കുമാരിമാരായിരുന്ന കാലത്തുള്ള കേരളമാണിത്. നിങ്ങൾ ആലോചിക്കണം കേട്ടോ. ഇപ്പോൾ എണീറ്റ് നടക്കാൻ പരസഹായം ഇല്ലാതെ നടക്കാൻ വയ്യാത്തവരുമൊക്കെ ഒരു കാലത്ത് പ്രണയിച്ചിരുന്ന കാലഘട്ടത്തെ പറ്റിയാണെന്ന് ഓർക്കുമ്പോഴാണ് ഇത് വെറും ടെക്സ്റ്റ് ബുക്ക് അല്ല, ഇത് ജീവിതമാണ് എന്ന് നമ്മൾ ഓർത്തുകൊണ്ട് ഗാനങ്ങളുടെ ലോകത്തിലേക്ക് കടക്കുന്നതിന് ഒരർത്ഥമുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി മാസ്റ്ററുടെ പാട്ടുകളുടെ ബിംബങ്ങളെ പറ്റി കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. ഈ പാട്ടുകൾക്കൊക്കെ ബിംബങ്ങളുണ്ട്. കവിത പഠിക്കും, നിങ്ങൾക്ക് ഇമേജറിയെ പറ്റി അറിയാമല്ലോ. ഇമേജറി 2 തരത്തിൽ വരാം. സ്റ്റാറ്റിക് ഇമേജറി ആവാം, ഡൈനാമിക് ഇമേജറിയും ആവാം. സ്റ്റാറ്റിക് ഇമേജറി ആകുമ്പോഴാണ് പാട്ടുകൾ നമ്മളോട് സംവദിക്കാത്ത, അതിങ്ങനെ ഈ സ്റ്റിൽ ലൈഫ് പോലെ ഇരിക്കും, നിശ്ചല ചിത്രങ്ങളാണ്. എന്നാൽ മാസ്റ്റർ ഒരിക്കലും നിശ്ചല ചിത്രങ്ങൾ വരയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഡൈനമിക്കാണ്. ആ ഇമേജുകൾ മാറും, ഇമേജുകളുടെ ഡൈനമിസം ഉണ്ട്. ഉദാഹരണത്തിന് ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ ഉദാഹരണം ഓർക്കുകയായിരുന്നു. ഒരുപാട് പാട്ടുകളുണ്ടല്ലോ. മാരിവില്ല് പന്തലിട്ട ദൂരചക്രവാളം മാടി വിളിക്കുന്നത് അറിഞ്ഞില്ലേ. ചുമ്മാ അവിടെ ദൂരചക്രവാളം ഇങ്ങനെ ഈ പിന്നെ എന്താണ് സ്റ്റേജ് സുജാതൻ വരച്ചു വെച്ചതുപോലെ ഇരിക്കുകയല്ല, നാടകത്തിലെ സ്റ്റേജ് പോലെ ഒരു വരച്ചു വച്ചിരിക്കുകയല്ല, മാരിവില്ല് വരച്ചു വച്ചിരിക്കുകയല്ല. മാരിവില്ല് പന്തലിട്ട ദൂരചക്രവാളം മാടി വിളിക്കുന്നത് അറിഞ്ഞില്ലേ, പഞ്ചശരൻ വളർത്തുന്ന പൈങ്കിളി പെണ്ണ്. ആ മാടി വിളിക്കുന്നതിനോടുകൂടി ആ ചിത്രമാകെ ഡൈനമിക് ആയല്ലോ. അതുപോലെ ഇനി എത്ര എണ്ണം. മഞ്ഞണി പൂന്നിലാവ് വെറുതെ ഇങ്ങ് വരികയല്ലോ കേട്ടോ. പേരാച്ചൻ കരയിൽ മഞ്ഞൾ അരച്ച് വെച്ച് നീരാടുകയാണ്. ഒരുപാട് ജോലി ചെയ്ത വന്ന് ആദ്യം കടവിലിരുന്നു, മഞ്ഞൾ അരച്ചു, പിന്നെ നീരാടിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ്? ഒരു പെൺകുട്ടിയല്ല, മഞ്ഞണി പൂന്നിലാവ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് ആഹ്ലാദമുണ്ടാകുന്നത്. ആ ഒരു കാവ്യാത്മകമായിട്ടുള്ളൊരു സൗന്ദര്യം നമുക്കുണ്ടാകുന്നത് മഞ്ഞണിപ്പൂന്നിലാവ് ഇങ്ങനെ മഞ്ഞൾ അരച്ച് വെച്ച് നീരാടുന്നു എന്ന് പറയുമ്പോൾ ഡൈനമിക് ആയിട്ടുള്ള ഡൈനമിക് ഇമേജറി. ഇനിയുമുണ്ട്. ഈറനുടുത്തും കൊണ്ട് അമ്പരം ചുറ്റുന്ന ഹേമന്ത രാവിലെ വെൺമുകിലെ വെറുതെ അങ്ങ് നിൽക്കുകയല്ല കേട്ടോ, അത് ഈറനുടുത്തും കൊണ്ട് അമ്പലം ചുറ്റുകയാണ്. അങ്ങനെ അപ്പോൾ അതിൻ്റെ ഒരു ഡൈനമിക് ആയിട്ടുള്ള ഇഫക്റ്റ് വരുമ്പോഴാണ് നമുക്ക് ആ പാട്ടുകളോട് പിന്നെയും നമുക്ക് ബന്ധപ്പെടാൻ. ഇങ്ങനെ ഏത് പാട്ടെടുത്താലും ഈ ഡൈനമിക് ഇമേജറി നമുക്ക് ബോധ്യപ്പെടും. പിന്നെ അതുപോലെ വേറൊന്ന്, അദ്ദേഹത്തിൻ്റെ ഇമേജറി എന്ന് പറയുന്നത് വളരെ അനായാസമായി, അതിനകത്ത് യാതൊരു സ്ട്രെസ്സില്ല. അദ്ദേഹം എവിടുന്നെങ്കിലൊക്കെ തേടി പിടിച്ചുകൊണ്ട് വരികയല്ല കേട്ടോ. സ്വാഭാവികമായി വരുന്ന വാക്കുകളെയും പദങ്ങളെയും ബിംബങ്ങളെയും വളരെ ലളിതമായി സന്നിവേശിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കുന്ന ചില മെറ്റഫേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുക. നൈസർഗികവും അനായാസവുമായിട്ട് വരുന്നതാണ്. പൊട്ടാത്ത പൊന്നിൻ കിനാവ് കൊണ്ടൊരു പട്ടുനൂല് ഊഞ്ഞാല് കിട്ടിയ, അത് കഥയിൽ ഏറ്റവും വ്യക്തമായിട്ടുള്ളൊരു സംഗതി. അത് പിന്നീട് മാറി വരുന്നുണ്ട്. പൊട്ടിത്തകർന്ന കിനാവ് കൊണ്ട് പിന്നെ പറയാനും സൗകര്യമായി. പൊട്ടാത്ത പൊന്നിൻ കിനാവ്, അത് നമ്മൾ കേട്ടിട്ടതിൻ്റെ ഇമേജറിയെ പറ്റി നമ്മൾ ആലോചിക്കുന്നില്ല കേട്ടോ. അതിനകത്തുള്ളൊരു മെറ്റഫർ, പൊട്ടാത്ത പൊന്നിൻ കിനാവ് കൊണ്ടൊരു പട്ടുനൂലൂഞ്ഞാൽ കെട്ടിഞ്ഞാൽ എന്ന് പറയുമ്പോൾ ഈ പൊയറ്റിക് ഇൻസ്പിറേഷൻ്റെ ലെവല് നമ്മൾ ആലോചിക്കണം. പിന്നെ അതുപോലെ തന്നെ കൽപ്പനയാകും യമുനാ നദിയുടെ അക്കരെ. കൽപ്പനയാകും യമുനാ നദി, സിമ്പിൾ ഇമേജാണ്, മെറ്റഫറാണ്. പക്ഷേ കൽപ്പനയാകും യമുനാ നദി കേട്ട് നമുക്ക് പഴകിപ്പോയതുകൊണ്ട് അതിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഒന്നും കൂടെ ഉണ്ട്, അതെല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. എന്താണ്? താന്നിയൂർ അമ്പലത്തിൽ കഴകക്കാരനെ പോലെ ചിങ്ങമെത്തുമ്പോൾ. അപ്പോൾ കഴകക്കാരൻ്റെ ജോലി എന്താണെന്ന് അറിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാവും. ഇപ്പോൾ കഴകക്കാരെയൊന്നും കാണാറില്ല, കാരണം ചാലയെന്ന് കെട്ടിക്കൊണ്ട് നമ്മൾ പിന്നെ ഇവിടെ കടയിലൊക്കെ പൂ തൂക്കിയിരിക്കുകയല്ലേ. ഈ അമ്പലത്തിൽ പൂ കെട്ടുന്നവനാണ് കഴകക്കാരൻ. അപ്പോൾ ഇവിടെ കഴകക്കാരനെ പോലെ ചിങ്ങമെത്തി എന്നാണ് പറയുന്നത്. ചിങ്ങമാസത്തിൽ ഒരുപാട് പൂക്കൾ ഇങ്ങനെ വിടർത്തിയിട്ട് പ്രകൃതി കഴകക്കാരനെ പോലെ ചിങ്ങമെത്തി എന്നാണ് പറയുന്നത്. എല്ലാം കെട്ടിവെച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന ആ ഒരു ഇമേജിൻ്റെ ഒരു ലോഫ്റ്റിനെസ്, അതിൻ്റെ ഒരു ഉദാരത ഒക്കെ അത് വളരെ സൂക്ഷ്മമായിട്ട് ചെല്ലണം. സൂക്ഷ്മമായിട്ട് പാട്ടിലേക്ക് പോയെങ്കിലേ അദ്ദേഹത്തിൻ്റെ ഈ സിംപ്ലിസിറ്റി കൊണ്ട് ഒരുപക്ഷെ ഈ പാട്ടുകളിൽ ഇത്രയേറെ സർഗാത്മകമായിട്ടുള്ള ചൈതന്യമുണ്ട് എന്ന് നമുക്ക് തോന്നാത്ത മട്ടിലുള്ള ലാളിത്യം ആണ് ഭാസ്കരൻ മാസ്റ്റർ പാട്ടിൻ്റെ ഒരു കുഴപ്പവും. നമ്മൾ വിചാരിക്കുക ഇത്ര വളരെ സിമ്പിളാണല്ലോ, പൊട്ടാത്ത പൊന്നിൻ കിനാവ് കൊണ്ടാണ് നമ്മളും പാടും. പക്ഷേ ഇതൊരു മെറ്റഫറാണ് എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ആഹ്ലാദമുണ്ടാകുന്നത്. ഇനി മറ്റു ചില സവിശേഷതകളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു ഗാനരചയിതാവായി അദ്ദേഹം ഇത്രയേറെ ശോഭിച്ചതിൻ്റെ കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ വേഴ്സറ്റാലിറ്റിയാണ്.
പിന്നെ ഒരു ഗാനരചയിതാവിന് ഈ രംഗത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ എല്ലാ തരത്തിലുള്ള പാട്ടും എഴുതാൻ സാധിക്കണം. അല്ലാതെ ഞാൻ പ്രണയഗാനം മാത്രമേ എഴുതുള്ളൂ, അത് തന്നെ പിന്നെ പെണ്ണിനെ വർണ്ണിക്കുന്ന പാട്ടേ എനിക്ക് എഴുതാൻ പറ്റൂ, ആണിനെ വർണ്ണിക്കുന്ന പാട്ട് ഞാൻ എഴുതില്ല. ഞാൻ നല്ല പ്രേമഗാനങ്ങളെ എഴുതുള്ളൂ, അല്ലാതെ വേറൊന്നും എഴുതില്ല. ശോകഗാനം എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെയൊന്നും പറഞ്ഞ് നമ്മളെടുത്ത് ദൂരെ കളയില്ല, ഇൻഡസ്ട്രിക്ക് നിങ്ങളുടെ ആവശ്യമില്ല. ഇതെന്തും എഴുതും. വേഴ്സറ്റാലിറ്റിയാണ് ഭാസ്കരൻ മാസ്റ്റർ എന്ന് പറയുന്ന ഗാനരചയിതാവിൻ്റെ ഏറ്റവും വലിയ ഗുണം. അദ്ദേഹം ഫലിതഗാനം എഴുതാൻ പറഞ്ഞാൽ ഫലിതഗാനം എഴുതും, നല്ല സുറുമ എഴുതും. അതിനേക്കാൾ നല്ലൊരു ഫലിതഗാനമുണ്ടോ? അങ്ങനെ എത്ര ഫലിതഗാനങ്ങൾ ഒരു പ്രയാസവും ഇല്ലാതെ അദ്ദേഹത്തിന് എഴുതാൻ സാധിക്കും. ഫലിതഗാനങ്ങൾ, പ്രണയഗാനങ്ങൾ ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല, അത് അതിൻ്റെ വൈവിധ്യം കൊണ്ട് തന്നെ നമ്മളെ വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. തത്വചിന്താപരമായ ഗാനങ്ങൾ, അത് ഭാസ്കരൻ മാസ്റ്റർ വലിയൊരു സംഭാവനയാണ്. വെറുതെ തത്വചിന്ത പറയുകയല്ല, വലിയ തത്വചിന്ത പറയുകയല്ല, നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി തത്വചിന്താപരമായിട്ടുള്ള തത്വവിചാരങ്ങൾ നമ്മളിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. നമ്മൾ കാണുന്ന ഇമേജുകളിലൂടെ. കരയുന്നു പുഴ ചിരിക്കുന്നു. ഭാരതപ്പുഴയുടെ അടുത്ത് പോയിട്ടിരിക്കുന്ന കഥാനായകൻ, മുറപ്പെണ്ണിലെ നായകൻ പാടുകയാണ് കരയുന്നു പുഴ. അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം, എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്, ആളുകൾ ഭാഗം വെച്ച് പിരിയുകയാണ്. കരയുന്നു പുഴ ചിരിക്കുന്നു, കണ്ണീരുമൊലിപ്പിച്ച് കൈവഴികൾ പിരിയുമ്പോൾ. ഈ കൈവഴികൾ പിരിയുക എന്നുള്ളത് ഒരു കൂട്ടുകുടുംബം ഭാഗം വെച്ച് പിരിയുന്നതിൻ്റെ ആ സങ്കടം അറിഞ്ഞവനെ അറിയാൻ പറ്റുള്ളൂ. കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നോ പുഴ ചിരിക്കുന്നോ എന്ന് ചോദിക്കുന്നതിനകത്തുള്ളൊരു ഫിലോസഫി എന്ന് പറയുന്നത് വലിയ ഗഹനമായ ഫിലോസഫി അല്ല, അത് വൈകാരികമായിട്ടുള്ള തത്വചിന്തയിലേക്കുള്ള വളർച്ചയാണ്. ഒരു കഥാപാത്രത്തിൻ്റെ വളർച്ചയെ ആ കഥാപാത്രത്തിൻ്റെ നിലവാരത്തിൽ നിന്നുകൊണ്ട് പറയാൻ ഭാസ്കരൻ മാസ്റ്റർക്ക് സാധിക്കുന്നു എന്നുള്ളത് അദ്ദേഹം സംവിധായകൻ കൂടി ആയതുകൊണ്ടാണ് എന്നെനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ നഗരം നഗരം മഹാസാഗരം എന്നൊരു പാട്ടുണ്ടല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് അത്. ഈ കുതിച്ചുപായും നഗരിയിൽ ഒരു ചെറു കൂര ചമയ്ക്കുമ്പോൾ എങ്ങനെ ഞാൻ എന്നൊക്കെയുള്ളത്. വാസ്തവത്തിൽ ഈ ബോംബെയിലും മദ്രാസിലും ഒക്കെ പോയി ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ കുറേ നേരം അവിടെ നിൽക്കണം. ആ സ്ലമ്മിൻ്റെ അടുത്തോ ഈ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ആളുകൾ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു, എല്ലാം ആരുടെയോ അച്ഛനും അമ്മയും മക്കളും ഒക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കേട്ടോ. ഇങ്ങനെ വെള്ളം ഒഴുകുന്നത് പോലെ ജനം പോകുന്നു. അപ്പോഴാണ് കുതിച്ചുപായും നഗരിയിൽ ഒരു ചെറു കൂര ചമയ്ക്കുപോലെ എങ്ങനെ ഞാൻ എന്ന ചോദ്യത്തിൻ്റെയൊക്കെ ആ ഒരു തത്വചിന്താപരമായിട്ടുള്ള ഒരു നിലപാട് നമ്മൾ ആ കഥാപാത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കത്തക്ക രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നു. അല്ലാതെ വലിയ സംസ്കൃത പദങ്ങൾ കൊണ്ട് ഗഹനമായിട്ടുള്ള ചിന്തകളൊന്നുമല്ല. അതുപോലെ തന്നെ നാദബ്രഹ്മത്തിന് സാഗരം നീന്തി വരും നാഗസുന്ദരിമാരി എന്നുള്ള പാട്ടൊക്കെ അതൊക്കെ കൂടുതൽ അപഗ്രഥനത്തിന് വിധേയമാകണം എന്നതിന്. മറ്റൊരു പാട്ട് അദ്ദേഹത്തിൻ്റെ അനന്തര ദശയിലൊക്കെ എഴുതിയ പാട്ട്, ഇന്നെനിക്ക് പൊട്ടുകുത്താനെന്ന് ഗുരുവായൂർ കേശവൻ എന്നുള്ള പടത്തിലെ പാട്ടുണ്ടല്ലോ, അതിനകത്ത് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ അതൊക്കെ പുതിയ പദാവലി അദ്ദേഹം കണ്ടുപിടിച്ചതുപോലെ നമുക്ക് തോന്നും. പുഷ്പിതാഗ്രകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വാക്കുകൾ അതിനകത്ത്. വാക്കുകൾ മാത്രമല്ല, ആ പാട്ടിൻ്റെ സംഗീതമാണെങ്കിലും അത് ഉജ്ജ്വലമായിട്ടുള്ള ഒരു സംഗീത ശില്പമായി ആ പാട്ടിനെ മാറ്റാൻ ഈ വരികൾ എന്തുമാത്രം സഹായിച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ അപഗ്രഥന വിധേയമാക്കേണ്ട ഒരു പാട്ടാണ് ഇന്നെനിക്ക് പൊട്ടുകുത്താൻ എന്നുള്ള പാട്ട് എന്നെനിക്ക് തോന്നുകയാണ്. ഇനി മലയാളത്തിലെ ഏറ്റവും നല്ല ഗസലുകൾ നമുക്ക് സമ്മാനിച്ചു പോയതും ഭാസ്കരൻ മാസ്റ്റർ തന്നെയാണ്. അത് ഇദ്ദേഹം പറഞ്ഞു, പ്രഭാവർമ്മ പറഞ്ഞു താമസം എന്തേ വരുവാനെന്നുള്ളതാണ് മലയാളത്തിലെ ആദ്യത്തെ ഗസൽ. അതുപോലെ തന്നെ ഒരു പുഷ്പം മാത്രമെന്നുള്ള പാട്ട്. ബാബുരാജ് എന്ന് പറയുന്ന സംഗീത സംവിധായകനെ കൊണ്ട് ഇത്രയേറെ സംഭാവനകൾ നമുക്ക് തരാൻ ബാബുരാജിന് സാധിച്ചത് ഭാസ്കരൻ മാസ്റ്ററുടെ വൈകാരിക പൂർണിമയുള്ള ഈ ഗാനങ്ങൾ കൊണ്ടായിരുന്നു എന്നുകൂടി എനിക്ക് പറയേണ്ടതുണ്ട്. കാരണം മറ്റു പല ഗാനരചയിതാക്കളുടെയും കാര്യത്തിലില്ലാത്ത വൈകാരികത ഭാസ്കരൻ മാസ്റ്ററുടെ ഗാനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ബാബുരാജിൻ്റെ അത്ഭുതകരമായിട്ടുള്ള സ്പർശം കൊണ്ട് നമുക്ക് അനശ്വരമായിട്ടുള്ള ഗാനങ്ങൾ ഭാസ്കരനും ബാബുരാജും ചേർത്ത് തന്നു. അങ്ങനെ ആ ഗാനങ്ങൾ നിലവിലിരിക്കുന്ന ഒരു മലയാളത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ജീവിതത്തിൻ്റെ അനേക സുഹൃതങ്ങളിൽ ഒന്ന് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ ദിവസവും രാത്രി പാട്ട് കേട്ടിട്ട് ഉറങ്ങുന്ന ഒരു ഭ്രാന്തൻ കൂടിയാണ് ഞാൻ. അത് ഒരേ പാട്ട് തന്നെ കേൾക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഭാര്യ ചോദിക്കും വട്ടായി പോയെന്നാണ്, ഇന്നലെ ഈ പാട്ട് തന്നെ കേട്ടല്ലോ രാത്രി, അവൾ നേരത്തെ കിടക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നലെ കേട്ടതുപോലല്ലോ, ഒരു പുഴയിൽ ആരും 2 പ്രാവശ്യം ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഇന്നലെ കേട്ട പാട്ട് തന്നെയാണ് ഞാനിന്ന് കേൾക്കുന്നത്. പക്ഷേ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെയാണ് ഞാൻ കേൾക്കുന്നത്. ഇന്നലെ കേൾക്കാത്ത ചില കാര്യങ്ങൾ ഇന്ന് ഞാൻ അതിനകത്ത് കേൾക്കും. അങ്ങനെ ഇതൊക്കെ കേട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു കേരളവും മലയാളവും നമുക്ക് തന്നുപോയ അനുപമ ശില്പികളിലൊരു പ്രമുഖനെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. യഥാർത്ഥത്തിലുള്ള ലാസ്റ്റ് പോയിൻ്റ് നിങ്ങളുടെ ഒരു കുസൃതിക്ക് വേണ്ടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ വയസ്സായി വരുന്തോറും നമുക്ക് ചില പശ്ചാത്താപങ്ങളൊക്കെ വരും. അങ്ങനെ ഒരു പശ്ചാത്താപത്തെ ഉദ്ദീപിപ്പിക്കുന്ന ഒരു പാട്ട് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ളൊരു പാട്ടല്ലേ കേട്ടോ.
കാട്ടുകുരങ്ങ് എന്നുള്ള സിനിമയിൽ ഭാസ്കരൻ മാസ്റ്ററുടെ മനസ്സിനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് കേട്ടോ. ഭാസ്കരൻ മാസ്റ്ററുടെ മനസ്സ് എന്നുള്ളത് കാർത്തിക രാത്രിയിലെ മഞ്ഞു തുള്ളിയോ എന്നൊരു പാട്ടുണ്ട്. അത് ജയഭാരതിയുടെ സ്റ്റേജിൽ കാണുമ്പോഴേക്കും നമുക്ക് ഇഷ്ടം വരികയില്ല, പക്ഷെ പാട്ട് മാത്രം കേൾക്കണം, പാട്ട് മാത്രം കേൾക്കണം. കാർത്തിക രാത്രിയിലെ മഞ്ഞു തുള്ളിയോ കഥനത്തിന് കണ്ണുനീർ തുള്ളിയോ എന്നൊക്കെ പറഞ്ഞിട്ട്, എന്തോ തിളങ്ങുന്നു സ്വപ്നം കണ്ടിരിക്കും ഈ ഏകാന്ത പാന്തൻ്റെ കവിൾത്തടത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാട്ടിൻ്റെ ചരണങ്ങളിൽ 2 ചരണത്തിൽ 2 ഇൻവിറ്റേഷനുണ്ട്. ആ ഇൻവിറ്റേഷൻ ഞാനത് വായിക്കാം. എൻകുടിലിൻ താമര തളിർമഞ്ചത്തിൽ ഇന്ന് രാത്രി കഴിച്ചിട്ട് നിനക്ക് പോകാം. അത് പാടുന്ന രീതി സുശീലയുടെ ഗാനാലാപന ശൈലിയും ദേവരാജൻ്റെ മ്യൂസിക്കും ഭാസ്കരൻ്റെ രചനയും. അപ്പോൾ എൻകുടിലിൻ താമര തളിർമഞ്ചത്തിൽ ഇന്ന് രാത്രി കഴിച്ചിട്ട് നിനക്ക് പോകാം. അത് മാത്രമല്ല, പിന്നെയുണ്ട് ക്ഷണം. മഞ്ഞണി നിലാവ് പൂത്ത മലർപ്പൊയ്കയിൽ അഞ്ജനക്കണ്ണെഴുതിയ നീലത്താരകൾ നീലമുകിൽ തോണിയേറി തുഴഞ്ഞിടുമ്പോൾ നീ കേൾക്കാൻ ഞാനൊരു കവിത പാടാം. പോരെ? താമര തളിർമഞ്ചത്തിൽ കിടപ്പ്, അങ്ങനെ നീലാകാശം, നീ കേൾക്കാൻ ഞാനൊരു കവിത പാടാം. ഇങ്ങനെ ആരെങ്കിലും ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയോടുകൂടി ഇതിനെല്ലാം നമുക്ക് സഹായം ചെയ്ത, നമുക്ക് സംഭാവനകൾ നൽകിയ ആ അമര ഭാവന കുബേരനായ ഭാസ്കര പ്രതിഭയ്ക്ക് മുമ്പിൽ എൻ്റെ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിന്തകളും വിചാരങ്ങളും ഇമേജുകളും നമ്മളെ എന്നും പ്രചോദിപ്പിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രതിഭയ്ക്ക് മുമ്പിൽ നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം.